ഹലോ, ആശുപത്രി ഡ്യൂട്ടി കഴിഞ്ഞ് വീട്ടിലേക്ക് പോവുകയാണ്. ഇന്ന് എന്താണ് ഇങ്ങനെ കൂളിംഗ് ഗ്ലാസ് ഒക്കെ വെച്ച് ജാടയിലെന്ന് വിചാരിക്കേണ്ട. ഈ കൂളിംഗ് ഗ്ലാസിനെ പറ്റിയിട്ട് തന്നെയാണ് എനിക്കിന്ന് നിങ്ങളോട് പറയാനുള്ളത്. കാരണം കണ്ണിന് അത്യാവശ്യം നല്ലൊരു പണി കിട്ടിയിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും കണ്ണിൽ ദണ്ണമാണ് അല്ലേ, നമ്മുടെ കൺജങ്ക്റ്റിവൈറ്റിസ് അല്ല, കണ്ണിൽ ദണ്ണമല്ല. ഞാൻ എൻ്റെ കണ്ണൊന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം. നമ്മുടെ മോഹൻലാൽ പറഞ്ഞ പോലെ കണ്ണ് ചീഞ്ഞ് പഴുത്തിരിക്കുകയാണ് സർ, കണ്ടാൽ സർ ഞെട്ടിപ്പോവും എന്നൊക്കെ പറഞ്ഞ പോലെ എൻ്റെ കണ്ണൊന്ന് കണ്ടു നോക്ക്, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഇതാ ഈ കാണുന്നതാണ് എൻ്റെ ഇപ്പോഴത്തെ കണ്ണ്. കണ്ണിലെന്താ നിങ്ങൾക്ക് കാണുന്നത്? അത്യാവശ്യം റെഡ് ഉണ്ട്, പക്ഷെ അതിലൊരു ചെറിയ കുരു പോലൊരു സംഭവം നിങ്ങൾ കാണുന്നുണ്ടോ? ചെറിയൊരു ബമ്പ്, ഒരു കുഞ്ഞു കുരു. കാണുമ്പോൾ ഒരു ചെറിയ കുരുവാണ്, പക്ഷേ അത് ചെറിയൊരു പ്രശ്നം തന്നെയാണ്. എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, കുറച്ച് ദിവസമായിട്ട് എനിക്ക് കണ്ണിനിങ്ങനെ ഭയങ്കര ഡ്രൈനെസ്സും ഭയങ്കരമായിട്ട് ഇങ്ങനെ കണ്ണിൽ നിന്ന് വെള്ളം വരിക, കുറേ നേരം ഒരു സ്ഥലത്തേക്ക് നോക്കിയിരിക്കുമ്പോൾ ചെറിയൊരു ബുദ്ധിമുട്ട്, അങ്ങനെ കുറച്ച് കണ്ണിന് ഒരു ഫോറിൻ ബോഡി സെൻസേഷൻ, എന്തോ ഇങ്ങനെ പൊടിയൊക്കെ പെട്ട് കഴിഞ്ഞാലുള്ളൊരു ബുദ്ധിമുട്ട് വരില്ലേ. അപ്പോൾ ഒരു മാസമായി അതിങ്ങനെ തുടങ്ങിയിട്ട്. അപ്പോൾ ഞാനിങ്ങനെ കണ്ണൊക്കെ ഇടയ്ക്ക് കഴുകും, കാര്യമായിട്ട് എടുത്തില്ല, അതാണ് ഞാൻ ചെയ്തൊരു മിസ്റ്റേക്ക്. ഇതിങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ കൂടി വന്നു. ഇന്നലെ ഞാൻ ദൃശ്യം സിനിമ കാണാൻ പോയി. സിനിമ കണ്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് കണ്ണിൻ്റെ ആ ഒരു ഇറിറ്റേഷൻ സഹിക്കാൻ പറ്റാത്ത പോലെയായി. അപ്പോഴാണ് ഞാൻ ഇന്നലെ വന്ന് കണ്ണൊന്ന് തറവായിട്ട് കണ്ണാടിയിലൊക്കെ ഒന്ന് നോക്കിയപ്പോഴാണ് ഈ ബമ്പ് ഞാൻ ശ്രദ്ധിച്ചത്. എൻ്റെ കണ്ണിൻ്റെ സ്ക്ലീറ, ഈ വെള്ള കളറിൽ ഒരു ബമ്പ്. അപ്പോൾ ഞാൻ ഇന്ന് തന്നെ പോയിട്ട് ഞങ്ങളുടെ ഹോസ്പിറ്റലിലെ ഒഫ്താൽമോളജി ഡോക്ടറെ കാണിച്ചു. അപ്പോൾ അദ്ദേഹം ഡീറ്റെയിൽഡായിട്ട് എൻ്റെ കണ്ണ് ടെസ്റ്റ് ചെയ്തപ്പോൾ പറഞ്ഞു, എൻ്റെ കണ്ണിൽ നിറച്ച് പൊടി, അതായത് കണ്ണിൻ്റെ മ്യൂക്കോസ, അതായത് കണ്ണിൻ്റെ നമ്മുടെ ഈ പിങ്ക് കളറുള്ള ഭാഗങ്ങളുണ്ടല്ലോ, നമ്മളിപ്പോൾ ഇപ്പം ഞാനിത് ഇവിടുന്ന് എടുത്തു കഴിഞ്ഞാൽ എൻ്റെ കൈ ഫ്രീ അല്ല, അതുകൊണ്ടാണ്. എന്നാലും നോക്കട്ടെ, കാണിച്ചു തരാം. അപ്പം നമ്മുടെ കണ്ണിൻ്റെ മ്യൂക്കോസ എന്ന് പറയുന്നത് ഈ പിങ്ക് കളറിലുള്ള സംഭവത്തിനാണ് മ്യൂക്കോസ എന്ന് പറയുക, അതായത് ഈ പിങ്ക് കളറിൽ. ഓക്കെ, അപ്പോൾ അത് ഇവിടെയും ഒക്കെ ഉണ്ട്. അപ്പോൾ ഡീറ്റെയിൽ പിങ്ക് മ്യൂക്കോസ നോക്കിയപ്പോൾ ഡോക്ടർ എന്നോട് പറഞ്ഞത്, എൻ്റെ കണ്ണിൽ മുകൾ ഭാഗത്തും ഉള്ളിലൊക്കെ ആയിട്ട് ധാരാളം പൊടി പറ്റിപ്പിടിച്ചിരിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ഇങ്ങനെ കുറേ ദിവസം ഈ പൊടി കുറേ ദിവസമായി പറ്റിപ്പിടിച്ചിരുന്ന പൊടി കണ്ണിനെ ഇറിറ്റേറ്റ് ചെയ്തിട്ട് അങ്ങനെയാണ് എനിക്ക് ഈ കണ്ണിൽ ഒരു ക്രോണിക് ഇറിറ്റേഷനും ഇൻഫ്ലമേഷനും ഉണ്ടായി. ഇതിൻ്റെ ഫലമായിട്ടാണ് എനിക്ക് കണ്ണിൽ ഈ ഒരു വെള്ള ഭാഗത്ത് ഇങ്ങനെ ഒരു ബമ്പ് പോലെ വന്നത്. അതല്ല എൻ്റെ പ്രശ്നം, അതിന് കാരണമായത് ഇങ്ങനെ കുറേ ദിവസമായിട്ട് ഈ പൊടി അടിക്കുന്നതാണ് എന്ന് പറഞ്ഞു. അപ്പോഴാണ് ഞാൻ ഒന്ന് പുറകോട്ട് ഫ്ലാഷ് ബാക്ക് അടിച്ച് നോക്കിയത്. ശരിയാണ്, എനിക്ക് ഒരു മാസമായിട്ട് ഈ പ്രശ്നമുണ്ട്. അപ്പോൾ ഈ ഒരു മാസമായിട്ട് എൻ്റെ ജീവിതത്തിൽ വന്ന മാറ്റം എന്താണെന്ന് ഞാൻ ശ്രദ്ധിച്ചപ്പോൾ, ഞാൻ ഒരു മാസമായിട്ട് ഇപ്പോൾ ഹോസ്പിറ്റലിലേക്ക് ഞാൻ സ്ഥിരമായിട്ട് നടന്നിട്ടാണ് പോകുന്നത്. ഈ നടക്കുന്ന റൂട്ടൊന്ന് ഞാൻ മാറ്റി. നടക്കുന്ന റൂട്ട് മാറ്റാൻ കാരണം എൻ്റെ വീട് മാറി, ഞാനൊന്ന് വീട് ഷിഫ്റ്റ് ചെയ്തു. അപ്പോൾ തൊട്ടപ്പുറത്ത് തന്നെയാണ്, പക്ഷേ നടക്കുന്ന റോഡ് മാറി. അപ്പോൾ ഇപ്പോൾ നടക്കുന്ന റോഡിൽ ധാരാളം കൺസ്ട്രക്ഷൻ വർക്ക് നടക്കുന്നുണ്ട്, കുറേ പൊടിയുണ്ട്. അപ്പോൾ കുറേ റോഡിൽ പണി നടക്കുന്നുണ്ട്, റോഡ് പണി നടക്കുന്നുണ്ട്, അതുപോലെ തന്നെ കെട്ടിടം പണി നടക്കുന്നുണ്ട്. ഇവിടെ അറിയാലോ, പിന്നെ പൊടിക്കാറ്റ്, ദുബായ് UAE പൊടിക്കാറ്റ് ഇടയ്ക്കിടയ്ക്ക് വീശും. അപ്പോൾ ഇങ്ങനെ നോക്കുമ്പോൾ ഞാനിപ്പോൾ ഈ മാറിയ സ്ഥലത്ത് അപ്പം ഞാൻ നിങ്ങൾക്ക് ഒരു ഇതുകൂടി കാണിച്ചു തരാം. ഇപ്പം ഞാനിപ്പോൾ ഈ കാണിച്ചെന്നല്ലോ, ഞാൻ നടക്കുന്ന വഴി ഒക്കെ ഇപ്പോൾ കാണിച്ചെന്നല്ലോ. എൻ്റെ തൊട്ടപ്പുറത്ത് നടക്കുന്നത് ഒരു വലിയ ബിൽഡിങ്ങിൻ്റെ പണിയാണ്. അതിൻ്റെ ഒരു വീഡിയോ കൂടി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. ഇതപ്പോൾ കാണുന്നില്ലേ? അപ്പോൾ അങ്ങനെ ഞാനിപ്പോൾ പുതുതായി നടക്കുന്ന റോഡിൽ നിറച്ച് കൺസ്ട്രക്ഷനാണ്. റോഡ് പണിയുണ്ട്, ഇങ്ങനെ കെട്ടിടം പണിയുണ്ട്, അങ്ങനെ ധാരാളം. അപ്പോൾ ഇതുവഴി ഞാൻ ദിവസേന 3-4 തവണ നടക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഈ പറയുന്ന പൊടിപടലങ്ങൾ എൻ്റെ കണ്ണിൽ കുറേ ദിവസമായി ഇരുന്ന് ആ ഒരു ഇറിറ്റേഷനാണ് എനിക്ക് ഒരു മാസമായിട്ട് ഞാൻ അത്ര ശ്രദ്ധിക്കാതെ വിട്ടത്. മനസ്സിലായോ? അപ്പോൾ അതുകൊണ്ട് ആ ഇറിറ്റേഷൻ്റെ ഫലമായിട്ടാണ് എൻ്റെ കണ്ണിൽ ഈ ബമ്പ് ഉണ്ടായത്. അപ്പോൾ ഇന്ന് ഡോക്ടർ എൻ്റെ കണ്ണ് സലൈൻ വാഷ് എന്ന് പറയും, അതായത് ഒരു സലൈൻ കുറച്ച് പ്രഷറിൽ ഇങ്ങനെ അടിച്ചിട്ട് ഫുള്ള് നമ്മുടെ കണ്ണ് ക്ലീൻ ചെയ്ത് തന്നു. പക്ഷേ അത് കഴിഞ്ഞപ്പോൾ ഭയങ്കരമായിട്ട് ആശ്വാസം തോന്നിയിട്ടോ, പക്ഷേ മുഴുവനായിട്ട് മാറിയിട്ടില്ല. അപ്പോൾ എന്നോട് പറഞ്ഞു, നിർബന്ധമായിട്ട് ഡോക്ടറെ കൂളിംഗ് ഗ്ലാസ് യൂസ് ചെയ്യണം, അല്ലെങ്കിൽ പ്ലെയിൻ ഗ്ലാസ്, കംപ്ലീറ്റ് കണ്ണ് കവർ ചെയ്തിട്ട് വേണം ഇങ്ങനെയുള്ള സ്ഥലത്ത് കൂടെ നടക്കാൻ. പറ്റുമെങ്കിൽ ഈ സ്ഥലത്ത് കൂടെ നടക്കാതിരിക്കുക, അതെനിക്ക് പോസിബിൾ അല്ല. കാരണം എൻ്റെ വീടും എൻ്റെ ആശുപത്രിയും തമ്മിൽ ആകെ ഒരു 100-150 മീറ്റർ വ്യത്യാസമേ ഉള്ളൂ. അപ്പോൾ ഞാൻ നടന്നിട്ട് തന്നെയാണ് പോവുക. അപ്പോൾ നടക്കാതിരിക്കുക എന്നുള്ളത് പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല. പക്ഷേ കണ്ണ് പ്രൊട്ടക്ഷന് നമ്മുടെ ഇദ്ദേഹത്തിനെ ഉപയോഗിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മുടെ ആൾക്കാരൊക്കെ പറഞ്ഞ പോലെ, ഇപ്പോൾ നവ്യ നായർ പോലും 3-4 ദിവസം മുമ്പ് ഞാനൊരു വീഡിയോ കണ്ടു, കൂളിംഗ് ഗ്ലാസ് യൂസ് ചെയ്യുന്നത് ജാടയ്ക്കല്ല, സ്റ്റൈലിനല്ല, കണ്ണിൻ്റെ പ്രൊട്ടക്ഷനാണ് എന്നുള്ളത്. അത് സത്യമാണ്, കണ്ണിൻ്റെ പ്രൊട്ടക്ഷനാണ്. നിങ്ങളുടെ കണ്ണിൻ്റെ പ്രൊട്ടക്ഷന് ഈ ഒരു കൂളിംഗ് ഗ്ലാസ്. ഇപ്പോൾ ഇത് ദുബായിലത്തെ മാത്രം കാര്യമല്ല കേട്ടോ, എനിക്കറിയാം നാട്ടിലൊക്കെ നമ്മൾ നടക്കുന്ന സമയത്ത് നമ്മുടെ കണ്ണിന് ഇപ്പോൾ നാട്ടിലും അതെ, പൊടിപടലങ്ങൾ, പ്രത്യേകിച്ച് സമ്മറിലൊക്കെ ധാരാളം പൊടിയുള്ള സ്ഥലത്ത് കൂടെയാണ് നമ്മൾ നടക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഈ പൊടിപടലങ്ങൾ ധാരാളമായിട്ട് ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മുടെ കണ്ണിൽ അടിഞ്ഞിട്ട് അത് നിങ്ങൾക്കൊന്ന് ആലോചിച്ച് നോക്കുമോ, നിങ്ങൾ ഈ കോർണിയ എന്ന് പറയുന്ന നമ്മുടെ
ഇപ്പം എൻ്റെ പ്രശ്നം ഉണ്ടായത് വെള്ള ഭാഗത്താണ്. ഈ കറുപ്പ് സാധനം ഉണ്ടല്ലോ, ഈ കറുപ്പ് നമ്മുടെ കൃഷ്ണമണി, അതിൻ്റെ പേര് കോർണിയ എന്നാണ്. കോർണിയയ്ക്ക് ഒരു ഡാമേജ് വന്നു കഴിഞ്ഞാൽ, അതിലിപ്പോൾ ഈ പൊടിപടലം വല്ലതും പോയി പറ്റിപ്പിടിച്ചിരുന്ന സ്ക്രാച്ച് വന്നു കഴിഞ്ഞാൽ അത് പെർമനൻറ്റ് ഡാമേജ്, അതുപോലെ ഐസൈറ്റിന് പ്രശ്നം വരെ ഉണ്ടാക്കും. അതായത് നമുക്ക് പെർമനൻറ്റ് അന്ധത, ബ്ലൈൻഡ്നെസ് ഉണ്ടാക്കാൻ കോർണിയൽ അബ്രേഷൻസിന് പറ്റും. അപ്പോൾ ഇന്ന് ഡോക്ടർ എൻ്റെ കണ്ണ് പരിശോധിച്ചപ്പോൾ ആദ്യം തന്നെ പറഞ്ഞത്, ഭാഗ്യം കേട്ടോ സൗമ്യ, കോർണിയയ്ക്ക് പരിക്കൊന്നും പറ്റിയിട്ടില്ല, പരിക്ക് വെള്ളഭാഗത്തിന് സ്ക്ലീറയ്ക്ക് മാത്രമേ ഉള്ളൂ എന്നാണ്. കോർണിയയിലായിരുന്നു ഞാൻ ദിവസേന ഈ അബ്രേഷൻ സംഭവിച്ചിരുന്നുണ്ടെങ്കിൽ കുറേ കാലം കഴിയുമ്പോൾ എനിക്ക് കണ്ണ് പെർമനൻറ്റ് ബ്ലൈൻഡ്നെസ് വരും. അപ്പോൾ ഇത് സിമ്പിൾ ആയിട്ടുള്ളൊരു കാര്യമല്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇത് എല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഇന്ന് ഈ ഒരു വീഡിയോ തന്നെ ഞാൻ എടുക്കാമെന്ന് വിചാരിച്ചത്. കാര്യം നമുക്കിപ്പോഴും ഈ കൂളിംഗ് ഗ്ലാസ് അല്ലെങ്കിൽ സൺഗ്ലാസ് എന്നൊക്കെ പറയുന്നത് ജാഡ, സ്റ്റൈല്, അതിൻ്റെയൊക്കെ ഒരു പര്യായമാണ്. അല്ല കേട്ടോ, ഇത് ശരിക്കും നമ്മുടെ കണ്ണിൻ്റെ ഒരു പ്രൊട്ടക്ഷന് വേണ്ട സംഭവം തന്നെയാണ്. അപ്പോൾ ഇന്നു മുതൽ ഞാൻ വിചാരിച്ചു, ഞാൻ എവിടെ പോവുകയാണെങ്കിലും കണ്ണിൻ്റെ പ്രൊട്ടക്ഷനുള്ള ഈ ഒരു ഗ്ലാസ് ധരിച്ചിട്ടേ പോകൂ എന്നുള്ളത്. അപ്പോൾ അത് നിങ്ങളോടും കൂടി പറയാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇത് സ്റ്റൈലൊന്നുമല്ല, കണ്ണിൻ്റെ പ്രൊട്ടക്ഷനാണ്. എന്നെപ്പോലെ ഇങ്ങനെയുള്ള പൊടിപടലത്തിലൂടെയൊക്കെ നടക്കുന്ന ആളുകൾ, ദിവസേന നടക്കുന്ന ആളുകളുണ്ടെങ്കിൽ, പ്രത്യേകിച്ചിട്ട് വണ്ടിയിൽ പോകുന്ന ആളുകൾ, എല്ലാവരും കണ്ണിൻ്റെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടുള്ള സൺഗ്ലാസസ് അഥവാ ഇതുപോലെയുള്ള ഒരു പ്രൊട്ടക്ഷൻ ഗ്ലാസ് യൂസ് ചെയ്യുന്ന വേണം. അല്ലെങ്കിൽ ചിലപ്പോൾ പെർമനൻറ്റ് ബ്ലൈൻഡ്നെസ് വരെ ഉണ്ടായേക്കാം കേട്ടോ. ബൈ.